ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂലോട്ട് സ്വാഗതം. അങ്ങനെ ട്രിപ്പൊക്കെ പോയി വന്ന സച്ചിയാണെങ്കിൽ ട്രിപ്പിൻ്റെ കാശാണെങ്കിൽ രേവതിക്ക് കൊടുക്കുന്ന സമയത്ത് രേവതി ആണെങ്കിൽ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് സച്ചിയോട് പറയാണ്, നിങ്ങൾ ഇങ്ങനെ ഈഗോ ഉള്ള ഒരാളാണെന്ന് ഞാൻ മനസ്സിൽ കൂടി വിചാരിച്ചില്ല. അത് കേട്ട സച്ചിയാണെങ്കിൽ രേവതിയോട് പറയാണ്, അതിന് എനിക്കൊരു ഈഗോ ഇല്ല, നീ പറഞ്ഞത് ഞാനൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. നീ അങ്ങനെ പറഞ്ഞതിലുള്ള വാശിയല്ല ഞാൻ കാണിച്ചത്. എനിക്ക് വാശി അമ്മയോടായിരുന്നു. ചന്ദ്രമതി ആണെങ്കിൽ ഇവർ പറയണതൊക്കെ കേട്ടോണ്ടിരിക്കാനാട്ടോ കോണിപ്പടിയിൽ നിന്നിട്ട്. പിന്നെ അത് കേട്ട രേവതി ആണെങ്കിൽ സച്ചിയോട് പറയാണ്, ചിലരോടൊക്കെ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം, എന്നാൽ നമുക്ക് അടുപ്പമുള്ളവരോട് എന്ത് നമുക്ക് സംസാരിക്കാമെന്ന് പറയാണ്. അത് കേട്ട സച്ചിയാണെങ്കിൽ രേവതിയോട് പറയാണ്, രേവതി നീ ഇതെത്ര കാര്യമാക്കി എടുക്കുമെന്നോ എന്നെ അന്വേഷിച്ച് പോകുമെന്നോ ഞാൻ കരുതിയില്ല രേവതി എന്ന് പറയാൻ കേട്ടോ സച്ചി. പിന്നീടാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രമതിയോട് വന്നിട്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ പറയാണ്, രേവതി ഒരു ദിവസം ഉണ്ടാക്കുന്ന കാശ് നിന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ എന്നെ വെല്ലുവിളിച്ചില്ലായിരുന്നോ? അതിനെക്കാട്ടിയും കൂടുതൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പൈസ ആണെങ്കിൽ കാണിച്ചു കൊടുക്കാനോട്ടോ ചന്ദ്രമതിയുടെ. പിന്നീടാണെങ്കിൽ നമ്മുടെ ശ്രുതിയും കൂടിയിട്ട് എല്ലാ ആളുകളെയും വിളിച്ചിരുത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. കാരണം നാളെ പുതിയ വീട് കാണാൻ വേണ്ടിയിട്ട് പോകേണ്ടതാണ്. ആ സമയത്താണെങ്കിൽ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ പറയുകയാണ്, ശ്രുതിയെ നീ എന്ന് കല്യാണം കഴിച്ച് നിൻ്റെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടിയോ അന്ന് മുതൽ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സച്ചി പറയുകയാണ്, കഷ്ടകാലം തുടങ്ങി, കണ്ടകശനിയും തുടങ്ങി എന്ന് പറയാൻ കേട്ടോ. അപ്പോഴാണെങ്കിൽ ചന്ദ്രമതി രവിയേട്ടൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് കലിപ്പായിട്ട്. പിന്നീടാണെങ്കിൽ നമ്മുടെ ശ്രുതിയാണെങ്കിൽ പറയുകയാണ്, നാളെ അമ്മ മാത്രമല്ല നമ്മളെല്ലാവരും പുതിയ വീട്ടിലേക്ക് പോകാൻ കേട്ടോ എന്ന് പറയണം. അപ്പോഴാണെങ്കിൽ ശ്രീകാന്ത് പറയുന്നത്, അയ്യോ ഏട്ടാ എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് കുറച്ച് ഓർഡറൊക്കെ കൂടുതലുള്ളതെന്ന് പറയാൻ കേട്ടോ. പിന്നീട് നമ്മുടെ സച്ചിയാണെങ്കിൽ ശ്രീകാന്തിനോടാണെങ്കിൽ പറയാണ്, 5 കോടി രൂപയുടെ വീട് 3 കോടി രൂപയ്ക്ക് അവന് കൊടുക്കണമെങ്കിൽ ആ വീട്ടുടമയ്ക്ക് എന്താ വല്ല വട്ടുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട്, ശ്രുതി പറ്റിക്കപ്പെടുകയാണെന്ന് എനിക്ക് തോന്നുകയാണെന്ന് പറയാൻ കേട്ടോ സച്ചി. അപ്പോൾ എല്ലാവർക്കും ഈ പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് പോണേ.